വരാപ്പുഴ അതിരൂപതയിൽ എറണാകുളം മാടവന സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ നടന്ന ദിവ്യകാരുണ്യാത്ഭുതം കേരളത്തെ മുഴുവൻ ആശ്ചര്യപ്പെടുത്തിയിരിക്കുന്ന അതിലേറെ വിശ്വാസത്തിലേക്ക് ഇന്ന് നയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 2 ദിവസങ്ങളിലായിട്ട് അതിൻ്റെ എല്ലാം വീഡിയോ സമൂഹ മാധ്യമങ്ങളിലെല്ലാം നാം കാണുന്നുണ്ട്. ഇന്നിപ്പോൾ ഗുഡ്നസ് TV എത്തിയിരിക്കുന്നത് മാടവന സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലാണ്. ഇപ്പോൾ ആ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം തിരുവോസ്തി രക്തമായി മാറിയത് നേരിട്ട് കണ്ട ഇടവകയിലെ വിശ്വാസി സമൂഹം നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. എൻ്റെ പേര് റീസ ജോർജ്. ഞാൻ ഈ മാടവന ഇടവകയിലെ പുറത്തുനിന്ന് കെട്ടിവന്ന വ്യക്തിയാണ്. 24 കൊല്ലമായി ഞാനിവിടെ വന്നതിന് ശേഷം. ഞാൻ തിരുവാല സഖ്യം തൊട്ട് പ്രവർത്തിക്കുന്നതാണ്. പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഈശ്വര ദിവ്യകാരുണ്യത്തിൽ സത്യവിശ്വാസികളായ കുടുംബാംഗങ്ങളല്ലെ കുടുംബ പാരമ്പര്യം എന്നൊക്കെ ഉണ്ട് പറയുന്നല്ലാതെ ഇവിടെ വന്ന കുടുംബം അങ്ങനെ തന്നെയാണ്. പക്ഷെ കണ്ടില്ല. ഞാൻ 3 ആഴ്ചയും ഞാൻ എല്ലാ ഞായറാഴ്ചയും രാവിലത്തെ കുർബാനയ്ക്ക് വരുന്ന വ്യക്തികളാണ്. അപ്പം ഞാൻ പെരുന്നാൾ കമ്മിറ്റി ഉണ്ട് ഞങ്ങൾക്ക്. സെബസ്ത്യാനൂസിൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ. പെരുന്നാൾ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് 2ാമത്തെ കുർബാനയ്ക്ക് വന്നപ്പോൾ ഇവിടെ വലിയ ക്യൂ ആയിരുന്നു. കഴിഞ്ഞ് അപ്പോൾ അച്ഛൻ സക്രാരിലേക്ക് വെക്കാൻ പോയപ്പോൾ ഇങ്ങനെ കാണിച്ചച്ഛൻ. അപ്പോൾ കൊച്ചിൻ്റെ മാതാപിതാക്കളും ഈ കുട്ടി ഇരിക്കുമ്പോൾ ഞാൻ പിന്നെ നമ്മുടെ കാസയുടെ അകത്ത് അച്ഛൻ ടവല് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ച ആ ഒസ്തിയ കാണുന്നത് ദിവ്യകാരുണ്യ ഈശോൻ്റെ. അപ്പോൾ 4ാമത്തെ തുള്ളി ചെറുതും 3 തുള്ളി ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ തന്നെ പിന്നെ പോയില്ല വീട്ടിൽ. അത് കഴിഞ്ഞ് സക്രാരിയിലേക്ക് വെക്കുന്നവരെ ഞാൻ ഇവിടെ തന്നെ നിന്ന് കരുണക്കൊന്തയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ലാസ്റ്റ് സക്രാരിയിലേക്ക് വെച്ചതിന് ശേഷമാണ് പോയത്. 2ാമത്തെ ആഴ്ചയും അച്ഛൻ പറഞ്ഞ് പെരുന്നാൾ കമ്മിറ്റി ഉണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെരുന്നാൾ കമ്മിറ്റി അനുസരിച്ച് വന്നു. അപ്പോൾ അന്ന് കണ്ട കാഴ്ച കുറച്ചുകൂടെ ദയനീയമായിരുന്നു. അപ്പോൾ ഞാൻ ആ കൊച്ചിൻ്റെ ലൈനിൽ നേരെ അന്ന് ആ കൊച്ചിന് വായിലാണ് കൊണ്ടത്, നാവിലാണ് കൊണ്ടത്. ആദ്യ ദിവസം കയ്യിൽ. അപ്പോൾ എൻ്റെ ഇളയമോൻ്റെ മോൻ ഇങ്ങനെ കാണിച്ച്. ഇപ്പം ഈ ചേട്ടൻ്റെ മോൻ അച്ഛനൊക്കെയാണ് അവിടുത്തെ മോള് ഇങ്ങനെ കാണിച്ചപ്പോൾ അവരുടെ ഇതായിരുന്നു കാഴ്ചവെപ്പ്. ഞങ്ങൾക്ക് ഓരോ ക്ലാസ്സിലെ കുട്ടികൾക്കാണ് അവരുടെ കാഴ്ചവെപ്പായിരുന്നു. അപ്പോൾ ജിസുവാൻറ്റീൻ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവനെ കാണിച്ചപ്പോൾ ഇവനെ കൈയിട്ടൊരു തട്ട് കൊടുത്തുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു നീ ഈശോനെ തട്ടിയല്ലേ എന്ന് പറഞ്ഞപ്പോൾ കൊച്ചു വന്നു തൊട്ട് പിന്നെ ഭയങ്കര സങ്കടവും വെള്ളം പോലും കുടിക്കാതെ നാവിൽ തിരുവസ്തി വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് ഇങ്ങനെ കയ്യിൽ കണ്ടു കഴിഞ്ഞിട്ട് അത് കഷ്ണം ഒരു നീളത്തിലെ കഷ്ണം ഇട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം 3ാമത്തെ ആഴ്ച വട്ടമായിട്ടുള്ളതല്ല. അപ്പൊ അച്ഛനോട് തോണ്ടി വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അച്ഛൻ തിരിച്ച് ദിവ്യപൂജയുടെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നേച്ചു അച്ഛൻ ഇത് നാവിലേക്ക് തുപ്പി മേടിക്കണേത് നാവിൽ നിന്ന്. അപ്പൊ ബ്ലഡ് ഉണ്ടായിരുന്നു, കൊച്ചിന്റെ വായിൽ ബ്ലഡ് ഉണ്ടായിരുന്നു. ഈ തുപ്പിയ ബ്ലഡ് ഒരു നീളത്തിൽ കണ്ടു. അപ്പോൾ അതങ്ങനെ തന്നെ അച്ഛൻ കൊണ്ടുവന്നേച്ചു. അന്ന് കുറേ അധികം പേരെ കാണിച്ചു കഴിഞ്ഞ് ഒരു 1:30 മണിയോടുകൂടെ ഞാൻ അത് കഴിഞ്ഞു ലാസ്റ്റ് സക്രാരിൽ അടക്കിയ പിന്നെ പോയത് 1:30 മണിയോടുകൂടെ കഴിഞ്ഞു. ഈ പ്രാവശ്യം ഞാൻ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ പെരുന്നാൾ കമ്മിറ്റി ഉണ്ടെന്ന് ഈ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കുർബാന കഴിഞ്ഞിട്ട് ഈ കൊച്ചാനോട് ഒന്നിച്ചു അമ്മാമ്മ ഇത് ഇന്നും കണ്ട അഗ്നിസാൻറ്റിയുടെ വായിലെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ എങ്ങനെ വന്നെന്ന് പറയാൻ പറ്റില്ല. ഞാൻ വേഗം വീട്ടിൽ നിന്ന് വേഷത്തിൽ അങ്ങോട്ട് ഒരു സാരി വലിച്ച് ഇവിടെ കൊടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കാണുന്ന കാഴ്ച ഭയങ്കര ജനങ്ങൾ വന്നു. അപ്പോൾ ഞാൻ ചെന്നിങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് തുള്ളി ഉണ്ടായുള്ളൂ, ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അവസാനം ഭർത്താവ് പറയാം അവസാനം കണ്ട കാഴ്ച ശരിക്കും വേകുല മാതാവിൻ്റെ ഹൃദയത്തിലെ ലവ് ചിഹ്നത്തിൽ കട്ടച്ചുവപ്പ്. ഞാൻ 5:45 പിതാവിന്റെ വണ്ടി അവിടെ കൊണ്ടുവന്ന് ഹൃദയത്തിന്റെ രൂപത്തിലായിരുന്നു. ഹൃദയത്തിന്റെ രൂപത്തിലായിരുന്നു. ശരിക്കും മാംസകഷ്ണം പോലെ. നമ്മള് പെരുന്നാൾ കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊക്കെ രാവിലത്തെ കുർബാനയ്ക്ക്, അതായത് 2ാമത്തെ കുർബാന 9:30 മണിക്ക് കുട്ടികളുടെ കുർബാനയാണ്. അപ്പം രാവിലത്തെ കുർബാനയാണ് ഇടവക വലിയ ആൾക്കാർ മുതിർന്നവരുടെ. അപ്പം ഞങ്ങളൊക്കെ രാവിലെ വന്നെ. അപ്പം പെരുന്നാൾ ഈ അച്ഛൻ വന്നിട്ട് 1 മാസമായിട്ടുള്ളൂ. അച്ഛൻ വന്നപ്പോൾ തന്നെ 2 മാസം അച്ഛൻ വന്ന ഉടനെ തന്നെ പള്ളിക്ക് തന്നെ പ്രകാശം. നമ്മൾ ആ ഗേറ്റിൽ നിന്ന് ഇങ്ങോട്ട് കടക്കുമ്പോൾ തന്നെ പോസിറ്റീവ് എനർജിയാണ്. എൻ്റെ കസിൻസൊക്കെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ മാടവന പള്ളിയിലോട്ട് നോക്കുമ്പോൾ ഭയങ്കര പ്രകാശമാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞ അച്ഛൻ മാറി, പുതിയ അച്ഛനാണ് വന്നേക്കണത്, അതിൻ്റെ പ്രകാശമാണ്. അച്ഛൻ വെളുപ്പിനെ തന്നെ ഇവിടെ പ്രാർത്ഥന തുടങ്ങും. 5:45 ആരാധന തുടങ്ങും. 6:20 ആരാധന. അത് മൗനമായിട്ട് ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ല, സൈലന്റ്. ഒരു മുട്ടുസൂചി വീണാൽ പള്ളിയിൽ കേൾക്കാം. അത്ര പരിശുദ്ധമായിട്ടുള്ളൊരു പ്രാർത്ഥന. അപ്പം ഞങ്ങളൊക്കെ 6:30 വന്നിരുന്നവരാണ്. എന്നും 6:30 വന്നത്. പക്ഷേ ഇപ്പം 5:45 തന്നെ വീട്ടിൽ പോരും ആരാധനയിൽ പങ്കുകൊള്ളാനാണ്. അത്രയ്ക്കും നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയെ പള്ളിയുടെ അങ്കണത്തിലോട്ട് വരുമ്പോൾ തന്നെ
ഈ ഇന്നലെ സംഭവിച്ചത് തിരുഹൃദയത്തിന്റെ രൂപത്തിലായിരുന്നു, തിരുവോസ്തി ഉണ്ടായിരുന്നു. അത് മാംസം പോലെയായിരുന്നു. മാംസ കഷ്ണം പോലെ ശരിക്കും ഒരു മാംസ കഷ്ണം. അത് നല്ല ചുമപ്പ്. അത് നമുക്ക് പറഞ്ഞറിയിക്കുമ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ കാണാനുള്ള യോഗ്യത അച്ഛനിലൂടെ ഈശോ തന്നതിന് ഞങ്ങൾക്ക് ഒത്തിരി നോക്കി. അപ്പൊ അത് അലിഞ്ഞില്ല, അങ്ങനെയാണ് അത് ഉരുണ്ട് വന്നത്. സന്തോഷം തോന്നി. അലിയിക്കാൻ വേണ്ടി കുറെ പാടുപെട്ടു. ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ച പെൺകുട്ടിയുടെ അമ്മൂമ്മയാണ്. അമ്മൂമ്മയുടെ പേര്? എന്റെ പേര് റോസിലി. എന്റെ ഇളയ മോള് ജിനിത മകളാണ്. ജിനിത ജെയിംസ്. അപ്പച്ചന്റെ ഭർത്താവിന്റെ പേര് ജെയിംസ്. മക്കളുടെ പേര് 3 കുട്ടികളുണ്ട് അവൾക്ക്. ആദിന എലിശോ എന്നാണ് ഈ ദിവ്യകാരുണ്യം അത്ഭുതമായി കയ്യിൽ വന്ന കുട്ടിയുടെ പേര്. 10ാം ക്ലാസ്സിൽ പൊന്നുരുന്നി സ്കൂളിൽ പഠിക്കണേ. അതിന്റെ ഇളയ കുട്ടി 8ൽ പഠിക്കണ ആൺകുട്ടി. അതിന്റെ ഇളയ ഒരു 4 വയസ്സുള്ള LKG പഠിക്കണം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കാണ് ഇങ്ങനെ സംഭവിച്ചത്. ആ സമയത്ത് അടുത്തുണ്ടായിരുന്നോ? ഞാനൊക്കെ രാവിലത്തെ കുർബാനക്ക് വന്നു പോകും. ഇവിടെ അടുത്ത് തന്നെ വീട്. അപ്പൊ നമുക്ക് വെയിൽ വന്നാൽ വരാൻ പറ്റില്ലാത്തതുകൊണ്ട് രാവിലെ വരും. പിന്നെ രണ്ടാമത്തെ കുർബാന കുട്ടികളുടെ കുർബാനയാണ്. അപ്പൊ അവര് മതിയല്ല. പിന്നെ നമുക്ക് പറ്റിയില്ലേ രാവിലെ വന്നില്ലേ രണ്ടാമത്തെ വരും. അപ്പോൾ ഞാൻ മണിയടി കേട്ടാ വന്ന എന്ന് വെച്ചാൽ ഞാൻ ഓർത്ത് പെരുന്നാൾ പ്രസന്ധിയിലുണ്ട് അടുത്ത വർഷത്തേല്. അപ്പൊ അതിന് മീറ്റിങ്ങിന് പറഞ്ഞിട്ടുണ്ടായി അച്ഛൻ. അപ്പൊ ഞങ്ങൾ ഓർത്ത് മീറ്റിംഗ് അപ്പൊ അച്ഛൻ ആദ്യമായിട്ട് ആണുള്ള മീറ്റിംഗ് നടത്താൻ പോണേ ഇവിടെ മാറ്റം വന്നിട്ട്. ആരാധനയോടുകൂടി ആയിരിക്കും എന്നോർത്ത് മണിയടി കേട്ടപ്പോൾ ഞാൻ വേഗം വരണ്ടാന്ന് കരുതിയിരുന്ന ഞാനാ. മോനാ വന്നെ എനിക്ക് പകരം. അപ്പോൾ മണിയടി കേട്ടോടുകൂടി ഞാൻ വേഗം സാരി എടുത്തു കൊടുത്ത് ഇവിടെ വന്ന്. അപ്പോൾ ഞാൻ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞ് വെച്ച് പോയി സക്രാരിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചിൻ്റെ അമ്മൂമ്മയാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ വേഗം ഒന്ന് എന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചപ്പോൾ പിന്നെയും കുറേ ജനങ്ങൾ കൂടി വന്നു. അപ്പോൾ അങ്ങനെ കണ്ടു. അപ്പോൾ വെറുതെ ഓസ്റ്റ് ഇങ്ങനെ വട്ടത്തിലിരിക്കണം. അതുമാതിരി നമുക്ക് എന്നാലും അറിയാൻ പറ്റും പിളർക്കപ്പെട്ട ഒരു ബ്ലഡ് പതിഞ്ഞേക്കണ പോലെ കാണുള്ളൂ. അപ്പം ഞാൻ വരുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞല്ല. അപ്പം അതുകൊണ്ട് അതിങ്ങനെ പരന്ന പോലെയുള്ള ഒരു ഇതാണ് നമുക്ക്. ബ്ലഡ് പൊങ്ങിക്കണമെന്നല്ല, ബ്ലഡിൻ്റെ കളറ്. അത് കഴിഞ്ഞ് അത് വെച്ചു. പിന്നെ അച്ഛൻ ധ്യാനത്തിന് പോയി. അപ്പം അത് കഴിഞ്ഞപ്പോൾ അതിലെന്തോ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഉറുമ്പോൾ എന്തോ വന്നെന്ന് പറയുന്നു. അപ്പോൾ ശരിക്ക് വെക്കാൻ അതിശയമായിട്ടുള്ളത് അറിയിപ്പിക്കില്ലല്ലോ. അപ്പോൾ പിന്നീടല്ലേ ആവുള്ളൂ. 2ാമത്തെ ആഴ്ചയിലും ഇതേപോലെ തന്നെ ആയപ്പോൾ നാക്കിൽ വെച്ച് കൊടുത്തപ്പോൾ ചുരുണ്ട് പോയി. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ തെറുക്കൂല. അതേപോലെ ഞാൻ വന്ന് കാണുമ്പോൾ അങ്ങനെയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ 3ാമത്തെ ആഴ്ചയിൽ ഇങ്ങനെ. അപ്പോഴും ഞാൻ ഈ മണിയടി കേട്ടാ വന്നെ. ഈ 3 ആഴ്ച ഇപ്പൊ കഴിഞ്ഞ 3 ഞായറാഴ്ചകളാണ് സംഭവിക്കുന്നത്. 21, 28, പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച 4-ാം തീയതി. ഈ ആദ്യത്തെ ആഴ്ച ഇങ്ങനെ സംഭവിച്ചതിന് ശേഷം മോളോട് സംസാരിച്ചിരുന്നു ഇതിനെ കുറിച്ച്? എന്താ മോള് പറഞ്ഞേ? മോളൊന്നും പറയില്ല. അവള് പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവില്ല, എനിക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ദിവ്യാനം സ്വീകരിക്കണില്ല എന്ന് എന്നോട് പറഞ്ഞു. ഇല്ല മോനെ, ദിവ്യാനം സ്വീകരിക്കണം മോനെ, അത് അറിയില്ലാണ്ടാണ്. മോന്റെ ഒരു തെറ്റും കൊണ്ടല്ല. പേടിച്ചുപോയോ? ആ മോൾക്ക് പേടി. ഞാനിനി സ്വീകരിക്കണില്ല ചിന്ന് എന്നോടും എൻ്റെ മകൻ്റെ കുട്ടികളോടൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ അത് പാടില്ല, സ്വീകരിക്കണം. അതിനെന്താ വന്നതെന്ന് വെച്ചാൽ വന്ന പോലെ പറ്റേ. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നമ്മൾ മോനെ ഉപകരണമായിട്ട് തിരഞ്ഞെടുത്തെന്ന് മാത്രമേ ഉള്ളത്. മറ്റുള്ളവരുടെ പാപം കൊണ്ടാണ് എന്തുകൊണ്ടാണെങ്കിലും ഈശോനെല്ലാം വെളിപ്പെടുത്താനുണ്ടാ. അതിങ്ങനെയൊക്കെ അത്ഭുതത്തിലൂടെ ആയിരിക്കും നമുക്ക് കാണിക്കാൻ പോകണം. അതിന് മോൻ പേടിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ ആശ്വസിപ്പിച്ച് വിട്ടു. എല്ലാ ആഴ്ചയിലും നമ്മൾ ഇങ്ങനെ തന്നെ ആശ്വസിപ്പിച്ച് വിടണേ. കൊച്ചിനാമത്തെ ആഴ്ചയും വന്നു, ഇപ്പൊ 3ാമത്തെ ആഴ്ചയും വന്നു. അപ്പൊ എന്താണ് കുട്ടിക്ക് ഒന്നുമില്ല. കുട്ടിക്ക് പറഞ്ഞ എന്നെ എല്ലാവരും രൂപക്കൂട്ടിലെടുത്താൻ പോണ പോലെ പ്രത്യേകിച്ച് നോക്കണം. എനിക്ക് പേടിയാവണം. നമ്മൾ പേടിക്കൊന്നും വേണ്ട. അത് കാരണം കൊച്ചിനെ ഞങ്ങൾ ഇവിടെ മേടയുടെ അകത്തായിരുത്തിയ കുറെ സമയം ആൾക്കാർ വന്നിട്ട് വേണ്ടാത്തൊക്കെ ചെയ്തു. പ്രാർത്ഥനയിലൊക്കെ കൊടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇതാന്ന് പറയുന്നു. പിന്നെ തൊട്ടുമൊത്തണം. ഇതൊക്കെ ചെയ്യുമ്പോ കൊച്ചു ഭയന്നു പോണേ. ഇതെന്താ ഞാൻ വിശുദ്ധയാണോ, എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്താണ് ചേച്ചി എന്നൊക്കെ എന്റെ മോന്റെ മോളോടൊക്കെ ചോദിക്കണേ. ആത്മീയ ജീവിതം എങ്ങനെയാണ്? ആത്മീയ ജീവിതം വെച്ചാൽ അവര് സ്കൂളിലൊക്കെ ഭയങ്കരമായിട്ട് പ്രാർത്ഥനയും കാര്യമുണ്ട്. വീട്ടിൽ വരുമ്പോ നമ്മ സാധാരണക്കാരല്ലേ. 3 കുട്ടികളുണ്ട്, അപ്പനും അമ്മയുണ്ട്. മോൻ ഓട്ടോറിക്ഷക്കാരനാണ്. മോൾക്ക് ഒരു ചെറിയ ജോലി സെക്യൂരിറ്റി ആയിട്ട് ഇവിടെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവര് പരക്കമ്പാച്ചിലെ ജീവിതത്തിന്റെ ഇതില് വീട് ചെറുതായിട്ട് പുതിയത് വെച്ചതിന്റെ ലോൺ അടക്കാനൊക്കെ ഉള്ളത് കൊണ്ട് പരക്കമ്പാച്ചിലാണ്. നമ്മ ഇല്ലാത്ത പറഞ്ഞാൽ ശരിയാവൂലല്ലോ. പ്രാർത്ഥനയൊക്കെ അല്പം കുറവാന്ന് വേണം പറയാനായിട്ട്. പക്ഷെ ദൈവം പള്ളി വരാറുണ്ടോ? ഇല്ല, ദിവസമൊന്നും വരുമ്പോൾ കുറച്ച് ദൂരെയാണ് അവർ താമസിക്കുന്നത്. ഇടവകയാണ്. ഇതാണെങ്കിലും ഇവിടെ അടുത്തായിരുന്നു വീട്. അന്നേരമൊക്കെ എപ്പോഴും വരുമായിരുന്നു ഒഴിവെള്ളപ്പ. ഇപ്പൊ അങ്ങനെ വരാൻ പറ്റണില്ല. ഇപ്പൊ അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് അവർക്ക് വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വരും, ഞായറാഴ്ച ദിവസങ്ങളിൽ വരും, പിന്നെ ഒഴിവ് ദിവസങ്ങളിൽ വരും. കുട്ടിയുടെ പേര് ആഗ്ന എലീശ്വ. ആഗ്നയുടെ വലിയ അമ്മൂമ്മയാണ്. എന്ത് തോന്നുന്നു അമ്മൂമ്മക്ക്? ഇപ്പോ അമ്മൂമ്മ
നമുക്ക് തോന്നുന്നത് ഈശോനെന്തോ നമ്മൾക്ക് വെളിപ്പെടുത്തി തരാനുണ്ടെന്നുള്ളത് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാന്ന് പറയും, പ്രായശ്ചിത്തം അനുഷ്ഠിക്കാന്ന് പാത്യമയിലൊക്കെ പറഞ്ഞത് നമ്മൾ ബുക്കിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ ഞാൻ പറഞ്ഞു കൊടുത്തു, മോനെ വീട്ടിൽ കരണൊക്കെ എന്തെങ്കിലും പ്രാർത്ഥനയൊക്കെ ചൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു പ്രാർത്ഥന മുടങ്ങുമ്പോൾ ആ പ്രാർത്ഥന മുടക്കമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി ഒത്തുവരില്ല, കാരണം അപ്പച്ചൻ ഓട്ടം കിട്ടുമ്പോൾ പോകും, അമ്മ ജോലിക്ക് നൈറ്റ് പോകേണ്ടി വരും. അപ്പോൾ കൊച്ചുങ്ങൾ തനിച്ചാണ്, ഈ 3 കുഞ്ഞുങ്ങൾ തനിച്ചാണ് ഇതൊക്കെ ചെയ്യണം. 15 വയസ്സ് 13 വയസ്സ് 4 വയസ്സുള്ള കൊച്ചുങ്ങളുടെ അവസ്ഥ എന്താണ്? അതിൻ്റെ കാടും പോത്തും അതും ഇതിനൊക്കെ ഉണ്ട്, കഷ്ടപ്പാടും എല്ലാം വളർത്തണമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിച്ചങ്ങോട്ട് മുന്നോട്ട് പോകണം. അല്ലാതെ കൊറോണ കാലത്തായിരുന്നു അവരുടെ ദിവ്യാരന ആദ്യത്തെ സ്വീകരണം. അതിന് പോലും നമ്മൾ കൊച്ചുങ്ങളൊന്നും അവർ ആർഭാടമൊന്നും ചെയ്തില്ല. രാവിലെ 6:30 കുർബാനയായിരുന്നു. സഹോദരങ്ങളുടെ ഉടുപ്പാണ് ഈ 2 കൊച്ചുങ്ങൾക്കും ഇട്ട് അവർ നടത്തിയത് ദിവ്യാരണം. അതിന് പോലും ഇപ്പോൾ ആൾക്കാർ 4000 10,000 കൊടുത്ത് മേടിക്കും. പക്ഷേ ഈ 4000 രൂപയുടെ ഉടുപ്പ് 1 മണിക്കൂറിനല്ലേ ഉള്ളെന്നും പറഞ്ഞുകൊണ്ട് അവർ അത് ഇട്ടിട്ടാണ് ദിവ്യാരണം നടത്തിയത്, സ്വീകരിച്ചതൊക്കെ 6:30 മണിക്കത്തെ കുർബാന. എന്താണ് ഈശോന് അവരുടേത് മാത്രമല്ല, നമുക്ക് ജനങ്ങൾക്ക് എല്ലാവർക്കും എന്തൊക്കെയോ വെളിപ്പെടുത്തി തരാനുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പറയണത്. എല്ലാവരോടും ഞാൻ ചോദിക്കും, എന്നോട് പറയുമ്പോൾ കൊച്ചിൻ്റെ അമ്മമ്മേലെ എന്താ കൊച്ചു പ്രാർത്ഥനയും കാര്യവും, കൊച്ചിന് പ്രാർത്ഥനയും കാര്യവും കൊണ്ടൊന്നുമല്ല ഇങ്ങനെ സംഭവിച്ചത്. ഞാൻ പറയാം, എൻ്റെ മോളാണ്, ഇളയ മോളാണ്. പക്ഷെ അവരൊന്നും പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടൊന്നുമല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞായറാഴ്ച ദിവസമൊക്കെ ചിലപ്പോൾ അവർ പള്ളി വരാത്ത ദിവസങ്ങളുണ്ട്, കിടന്നുറങ്ങിപ്പോകും കൊച്ചുങ്ങൾ രാവിലെ. ചിലപ്പോൾ പിന്നെ ഈ ക്യാറ്റിസ് ഉള്ളത് കൊണ്ട് പേടിച്ചിട്ട് മുടങ്ങാതെ വരും. മോളാണെങ്കിൽ ചിലപ്പോൾ ഡ്യൂട്ടിയിലായിരിക്കും, 7 മണിക്ക് കയറണം, 7 മണിക്ക് ഇറങ്ങണം, ഇങ്ങനെയൊക്കെയുള്ള ഇതാണ്. അപ്പം അങ്ങനെയൊക്കെ അവരുടെ ഈ അവിടെ പോയി താമസിക്കാൻ തുടങ്ങിയ പോലെ കുർബാനക്കൊക്കെ ഈ ജോലിക്കും കയറിയ 5-6 മാസമായിട്ടുള്ളൂ ജോലി കയറിയത്. അതുകൊണ്ട് കുറച്ച് ഡിലേ ആർന്ന്. അതുകൊണ്ടൊന്നും അല്ല ഈശോ ഇങ്ങനെ ചെയ്തേക്കണം. കാരണം ഈശോനെന്തോ പദ്ധതി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. അത് വെളിപ്പെടുത്തണം നമ്മളെ ഈ പ്രദേശത്ത്. പിന്നെ അതിന് ദേവാലയത്തിലൂടെ അത് വെളിപ്പെടുത്തി തരാനായിരിക്കും. ചിലപ്പം മനുഷ്യ മക്കളുടെ അഹങ്കാരം കൊണ്ടോ പാപം കൊണ്ടോ എന്താണെന്ന് നമുക്ക് മനസ്സിലാകണില്ല. എന്താണ് ഏതാണ് ഇങ്ങനെ വെളിപ്പെടുത്താൻ പോകുന്നത് ദൈവത്തിന് മാത്രമേ. തീർച്ചയായിട്ടും വലിയൊരു അടയാളമാണ് അത്. ഈ ഒരു മാടവന ഇടവയ്ക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കേരളത്തിന് മുഴുവൻ എന്തോ ഒരു അടയാളമാണ് ഈ ഒരു തിരുവോസ്തി. കാരണം നമ്മളെല്ലാവരും തിരുവോസ്തി ഇങ്ങനെ രക്തത്തിലായത് കണ്ടിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ, ഇറ്റലിയിൽ തിരുവോസ്തി രക്തത്തിലായ അല്ലെങ്കിൽ മാംസം ധരിച്ചു എന്നൊക്കെ. പക്ഷെ അത് നേരിട്ട് കാണാൻ ഒരു ഭാഗ്യം സിദ്ധിച്ചൊരു ജനത്തിന് മുമ്പിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദൈവത്തിന്റെ ശക്തമായ ഇടപാടല് ഇപ്പോഴും ഈ സമൂഹത്തിൽ നമ്മുടെ ഈ ഇടവകയിൽ ഉണ്ടെന്നുള്ളതാണ് ഇപ്പൊ തോന്നുന്നത്. നിഷ്കളങ്കരായ പിള്ളേരുടെ ഇതിലാണ് കൂടുതലും ഇത് കാണപ്പെടുന്നത്. ദൈവത്തിന്റെ ഒരു ശക്തി. ഇതിപ്പോ വിശുദ്ധ കുർബാനയൊക്കെ പലപ്പോഴും അവിശ്വസിക്കുന്ന ഒരു ഭാഗമുണ്ട്, അല്ലെങ്കിൽ തിരുവോസ്തിയിൽ ഈശോ ഉണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് ഇന്നത്തെ ക്രൈസ്തവർക്ക് പോലും ഉണ്ട് പലപ്പോഴും. അതായത് കഴിഞ്ഞ മെയ് 31 ഞങ്ങളുടെ സെബാസ്റ്റ്യൻ അച്ഛൻ ഇവിടെ ചാർജ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് അക്രൈസ്തവർ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്നോട് ചോദിച്ചു, എന്താ പള്ളിക്ക് ഭയങ്കര ഒരു വെട്ടം വേറെ ഒന്നുമില്ല, ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ലൈറ്റ് നന്നായിട്ട് ഇട്ട അച്ഛൻ. അപ്പം പ്രകാശാത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്നും മിക്കവാറും ഒരു 5:45 പള്ളിയിൽ വരും. പള്ളിയിൽ വരുമ്പോൾ അച്ഛനവിടെ കുത്തിയിരിപ്പുണ്ട്. ഇത് നമുക്കറിയാൻ പാടില്ല. അപ്പം ഞങ്ങൾ കൊന്തയല്ല എന്ന് കുറച്ച് സഹോദരങ്ങൾ കൊന്തയല്ലും. അപ്പം അച്ഛൻ പറഞ്ഞു, കൊന്തയല്ലണ്ട, കുർബാന എഴുന്നേറ്റ് വെച്ചേക്കാൻ, നിങ്ങൾ മിണ്ടാണ്ടിരുന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന ബലിച്ചു, അതിന് യാതൊരു സംശയവുമില്ല. സത്യമാണ് ഞാനീ പറയുന്നത്. അച്ഛൻ്റെ ആ ഒറ്റ പ്രാർത്ഥനയുണ്ട് ഈശോ ഇവിടെ വരാനുള്ള കാരണം, ആ കുട്ടിയിലൂടെ. ഞങ്ങളുടെ പള്ളിയിൽ കൊറോണയുടെ കാലഘട്ടം കഴിഞ്ഞ പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ നിറച്ചും ആളുണ്ടായിരുന്ന, കൊറോണ ഇങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ ആളില്ലാണ്ടായി. എല്ലാവരും യൂട്യൂബ് വഴി കുർബാന കാണലും കുർബാന സ്വീകരിക്കലില്ല. അങ്ങനെ അങ്ങോട്ട് ഒരു കാലഘട്ടം. അത് കൊറോണ കഴിഞ്ഞ് പള്ളിയിൽ കുർബാന വെച്ചിട്ടും ആരും വരാനുള്ള ഒരു മനസ്സില്ല. പിന്നെ അങ്ങനെ പോയ ഒരു ഇടവകയല്ലായിരുന്നു. കാരണം ഇത് ഇപ്പം 230 വീട്ടുകാരേ ഉള്ളൂ ഈ ഇടവകയുടെ കീഴിൽ. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചാലും എല്ലാവരും ഒരേ സ്വരത്തിലും ഒരു സന്തോഷം. ഇവിടെ വന്നിരുന്ന അച്ഛന്മാരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ആദ്യമായിട്ട് വന്നത് ഷെൽബിനച്ഛനാണ്. ഷെൽബിനച്ഛനാണെങ്കിലും എൻ്റെ മക്കളൊക്കെ അന്ന് ഓൾട്ടർ ബോയ്സ് ആയിരുന്നു. ഒത്തിരി ആ പിള്ളേർക്ക് ആ ചൈതന്യം കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ജോണച്ചൻ വന്ന്, അത് കഴിഞ്ഞ് അങ്ങനെ ഓരോ അച്ഛന്മാരും മാറി വരുമ്പോഴും ആ പിള്ളേർക്ക് അതുണ്ടായിരുന്നു. പക്ഷേ ഈ അച്ഛൻ വന്നപ്പോൾ ഇവിടെ ഒരു ഇരുണ്ട് മൂടി കിടക്കണ ഒരു പള്ളിയായി.
അതായത് ഒരു കാട് പിടിച്ച് ഒരു ചൈതന്യവും ഈ പള്ളിക്ക് ഉണ്ടായിരുന്നില്ലെന്ന് സത്യമായിട്ടും പറയാം. കാരണം അതുമാതിരിയാണ് ഈ പള്ളി എന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ എല്ലാ ദിവസവും വരുന്നത് കൊണ്ട് പള്ളിയിൽ വരണമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ആണുങ്ങൾ ബൈക്കും കാറും ഉള്ളവരെല്ലാവരും അടുത്തടുത്തുള്ള പള്ളികളിൽ ആണ് പോയിരുന്നത്. ഇപ്പോഴും പോകുന്നവരുണ്ട്. പക്ഷെ നമുക്ക് അല്ല, എല്ലാവരും എന്നല്ല, ഇപ്പോൾ നമുക്ക് പക്ഷേ നമ്മുടെ ഇടവക പള്ളിയല്ലേ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അടക്കം ചെയ്യേണ്ട പള്ളിയാണ്. അച്ഛൻ ഏത് കുർബാനയാണെങ്കിലും സാരമില്ല, നമ്മൾ ക്രൂശിത രൂപത്തിലോട്ട് നോക്കിയാണ് നിൽക്കുന്ന വൈദികനല്ല. പക്ഷേ ഇപ്പം അതല്ല, ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഒത്തിരി ഒരു മനസ്സ് നിറഞ്ഞ് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നമുക്കൊരു ക്ഷീണമില്ല. അതുപോലെ നമുക്ക് വീട്ടിൽ ചെന്നാലും പ്രാർത്ഥിക്കാനായിട്ട് ഭയങ്കര ഒരു ശക്തിയാണ് അച്ഛനിലൂടെ ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾക്ക് ഈശോ തന്ന ഒരു വലിയൊരു നിധിയാണ് അച്ഛൻ. അതിലൂടെ ഞങ്ങൾക്ക് ഈശോ വെളിപ്പെടുത്തണമെന്നാണ് ഞാനും ഞങ്ങൾ കുറച്ച് പേര് മനസ്സിലാക്കണം. അച്ഛനിലൂടെ ഞങ്ങൾക്ക് ആ കുഞ്ഞിലൂടെ വെളിപ്പെടുത്തി തന്നേക്കണേണ്. ഞങ്ങൾ ഇവിടെ ഉണ്ട്, നിങ്ങൾ ഇനി ഭിന്നിച്ചു പോകരുത്. വിതുമ്പിപ്പോയി അന്ന് ഈ സംഭവം ഉണ്ടായിരുന്നു. ഫസ്റ്റില് അച്ഛനിങ്ങനെ ആയാസപ്പെട്ട് കയറുന്നതാ ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ ഓർത്ത് അച്ഛൻ എന്തോ സുഖമില്ലാഞ്ഞിട്ടാണെന്ന് ഓർത്താണ് ഇരുന്നത്. പക്ഷെ അച്ഛൻ ഇത് പറയാനുള്ള ഇതുപോലും ഇല്ല. അച്ഛൻ ഇങ്ങനെ വിതുമ്പണായിരുന്നു. ഇത് ഞാനൊരു 6ാമതായിട്ട് ഞാൻ ചെന്ന് കാണുമ്പോ ഇത് ഇങ്ങനെ ബ്ലഡ് മയത്തിൽ ഇങ്ങനെ ഇരിക്കണേന്ന്. എന്നിട്ട് എനിക്ക് അവിടെ നിന്ന് കണ്ണീരൊഴുക്കാതെ ഇങ്ങോട്ട് എത്താൻ പറ്റുന്നുണ്ടായില്ല. അത്രയ്ക്കൊരു ദൈവാനുഭവമാണ് ഉണ്ടായത്. അച്ഛൻ വിറച്ചുകൊണ്ടാണ് പറഞ്ഞ്, ഞങ്ങളോട് ജനത്തിനോട് പറയാൻ പറ്റണില്ല. അച്ഛന് അത്ര അച്ഛനാൾക്കാരെ നിന്ന് കരഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കാണാവര് കരഞ്ഞു വലിയ നിലവിളിച്ചിട്ടാ താഴെ ഇറങ്ങി വന്നത്. പറഞ്ഞ മാടാനപ്പള്ളിയുടെ ഭാഗ്യമാണിത്. ഞങ്ങളിത് എന്നും കേട്ടിട്ടല്ലേ നമുക്ക് വിശ്വാസ തകർച്ച വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനെ ഊട്ടി ഉറപ്പിക്കാനായിട്ടുള്ള വലിയൊരു ഉദാഹരണം മാടാനപ്പള്ളിയുടെ ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ ഇത് കരുതുന്നത്. നിങ്ങളുടെയൊക്കെ ഒരു പ്രായത്തിലുള്ള ഉള്ളൊരു കുട്ടിക്കാണ് ഇങ്ങനെ ഒരു അത്ഭുതം അല്ലെങ്കിൽ ഈശോ ഇങ്ങനെ തിരുവോസ്തി മാംസമായി മാറിയത്. എന്ത് തോന്നുന്നു? സന്തോഷം. കണ്ടായിരുന്നു. 3 ആഴ്ച ഞാൻ കണ്ടായിരുന്നു. 2ാമത്തെ കുർബാനക്ക് ഞങ്ങൾ പാടാൻ നിൽക്കണായിരുന്നു. അപ്പൊ ഇങ്ങനെ ആദ്യത്തെ ദിവസം നോക്കിയപ്പോൾ അവിടെ എല്ലാവരും കൂടി ഭയങ്കര കൂട്ടം കൂടിയിരിക്കണം. അപ്പൊ ഞങ്ങൾക്ക് വിചാരിച്ച എന്താണെന്ന്. പിന്നെ അച്ഛൻ കരയണപ്പോഴാണ് മനസ്സിലായ ഇങ്ങനെ അത്ഭുതം നടന്നു എന്നുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ഒരു കുളിർമേകി ആദ്യത്തെ ദിവസം. പിന്നെ 2ാമത്തെ ദിവസം 2ാമത്തെ ആഴ്ചയും ഇതുപോലെ സംഭവിച്ചു. അപ്പൊ ഭയങ്കര പഠിക്കുമ്പോഴൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെ ദൈവം. ഇപ്പൊ സ്വന്തം ഇടവകയിൽ ഇങ്ങനെ കൺമുമ്പിൽ കണ്ടപ്പോ എന്താ തോന്നുന്നത്? വളരെ സന്തോഷം തോന്നി. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. ഈശോ തിരുവോസ്തിലുണ്ടെന്നൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നോ നേരത്തെ? ഉണ്ടായിരുന്നു. അതെല്ലാം മാറി. നമ്മുടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാനാണ് ഈ ഒരു സംഭവം. എല്ലാവരും അത് ഉൾക്കൊള്ളുന്നു. ഇനിയും അത് ഞങ്ങൾ തുടർന്നുകൊണ്ട് പോകും എല്ലാവരും തന്നെ. കണ്ണീരോടെ അല്ലാതെ ഈ ഒരു ഇടവക ജനത്തിന് ഈ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ല. വിദേശ രാജ്യങ്ങളിലുമെല്ലാം ഈശോയുടെ തിരുവോസ്തി മാംസമായി രക്തം കണ്ടു എന്നൊക്കെ ഇവർ കേട്ടും കണ്ടും അറിഞ്ഞെങ്കിലും നേരിട്ട് സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുന്ന ഇതാദ്യമാണ്. അതിൻ്റെ ഒരു ആശ്ചര്യവും അത്ഭുതവും അതിലേറെ ഭക്തിയും എല്ലാം ഈ ഒരു ഇടവക ജനത്തിനുണ്ട്. ഒപ്പം ഈ ഒരു ഇടവകയ്ക്ക് നൽകിയ ആ കുട്ടിക്ക് മാത്രമല്ല, ഈ ഒരു ഇടവകയ്ക്ക് മുഴുവനായി ഇവർക്ക് എല്ലാവർക്കും നൽകിയ ഒരു അടയാളമായിട്ട് തന്നെയാണ് അവർ ഈ ഒരു അത്ഭുതത്തെ സ്വീകരിച്ചിരിക്കുന്നതും. അതോടൊപ്പം തന്നെ ഈ ഒരു ഇടവകയിലെ വികാരിയച്ഛൻ്റെ പ്രാർത്ഥനയും ആത്മീയതയും എല്ലാം ഈ ഒരു ഇടവക ജനം ഒരുമിച്ച് അച്ഛൻ വന്നതിന് ശേഷം ഈ ഇടവകയ്ക്കുണ്ടായ മാറ്റങ്ങളൊക്കെ പ്രത്യേകം എടുത്തും പറയുന്നുണ്ട്.